ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ വിജയം നേടിയതിന് പിന്നാലെ വിവിധ സംസ്ഥാനങ്ങളിൽ പിടിമുറുക്കി ബി. ബംഗാളിലെ 3 MLA-മാരടക്കം 19 പേരാണ് ഇന്ന് BJPയിൽ ചേർന്നത്. ഗുജറാത്തിൽ 15 കോൺഗ്രസ് MLA-മാർ ഉടൻ പാർട്ടി വിട്ട് BJPയിൽ ചേരുമെന്നാണ് BJP നേതാക്കൾ പറയുന്നത്. മധ്യപ്രദേശിലും രാജസ്ഥാനിലും കർണാടകയിലും നിലവിലെ സർക്കാരിനെ അട്ടിമറിക്കാനുള്ള ശ്രമം BJP ശക്തമാക്കിയിട്ടുണ്ട്. തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി BJPയിലേക്ക് വിവിധ പാർട്ടികളിൽ നിന്നും വലിയ ഒഴുക്കാണ് ഉണ്ടായിരിക്കുന്നത്. തെരഞ്ഞെടുപ്പിലെ വൻ വിജയം അത് വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. കർണാടക, ഗുജറാത്ത്, രാജസ്ഥാൻ, മധ്യപ്രദേശ്, പശ്ചിമബംഗാൾ എന്നിവിടങ്ങളിലെ നേതാക്കളാണ് പ്രധാനമായും ഇപ്പോൾ BJPയിലേക്ക് എത്തുന്നത്. ഇവിടങ്ങളിലെ സംസ്ഥാന സർക്കാരുകളെ കാര്യമായി ഇത് ബാധിക്കും. ബംഗാളിൽ നിന്ന് 3 MLA-മാരടക്കം 19 തൃണമൂൽ നേതാക്കളാണ് BJPയിൽ ചേർന്നത്. തൃണമൂൽ കോൺഗ്രസ് സസ്പെൻഡ് ചെയ്ത സുബ്രാഷ് റോയുടെ നേതൃത്വത്തിലാണ് തൃണമൂൽ MLA-മാർ പാർട്ടി വിട്ടത്. നേരത്തെ 143 തൃണമൂൽ കോൺഗ്രസ് വിമതന്മാരെ BJPയിലെത്തിക്കുമെന്ന് മുഗൾ റോയ് സൂചിപ്പിച്ചിരുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 143 മണ്ഡലങ്ങളിൽ തൃണമൂലിന് ഭൂരിപക്ഷം നഷ്ടപ്പെട്ടു. തോറ്റ പാർട്ടിക്കൊപ്പം നിൽക്കാൻ പലരും ഇഷ്ടപ്പെടുന്നില്ലെന്നും അദ്ദേഹം പറഞ്ഞു. നിലവിൽ പശ്ചിമ ബംഗാളിലെ സർക്കാരിന്റെ ഭൂരിപക്ഷത്തെ ഇത് ബാധിക്കില്ലെങ്കിലും മുഖ്യമന്ത്രി മമതയ്ക്ക് ഇത് കനത്ത തിരിച്ചടിയാണ്. ഗുജറാത്തിൽ 19 കോൺഗ്രസ് MLA-മാർ പാർട്ടി വിട്ടു BJPയിൽ ചേരുമെന്നാണ് നേരത്തെ പാർട്ടി വിട്ട അൽപേഷ് ഠാക്കൂറിന്റെ വാദം. അതിനിടെ കർണാടകയിലെയും മധ്യപ്രദേശിലെയും വിമത നീക്കം ശക്തമായത് കോൺഗ്രസിന് വെല്ലുവിളി ഉയർത്തുന്നുണ്ട്. നാഷണൽ ഡെസ്ക് ഷെഗ്യാന ന്യൂസ്.